അടിസക്കെ പഞ്ഞിക്കാരനാണ്. പെട്ടെന്നൊരു സ്ഥലത്തെത്താൻ ഇപ്പൊ കിട്ടിയ വണ്ടിക്ക് തട്ടിമുട്ടി കയറി പോകാൻ തീരുമാനിച്ചപ്പോഴാണ് വണ്ടിയിൽ ഏറില്ല എന്ന് മനസ്സിലായി. വണ്ടി പെട്രോളും ഏറൊക്കെ അടിച്ച് സുഖമായി സുന്ദരമായി എല്ലാത്തിനെയും കുത്തി നിറച്ച് ആഞ്ഞു പിടിച്ചൊരു പോക്ക് പോയത് എങ്ങോട്ടാണെന്ന് അറിയൂ. പറ്റുന്ന എല്ലാ കായികമേളയിലും ഹരം പിടിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് പോയക്കാർ. അതുകൊണ്ട് ഇന്നൊരു ഹരം പിടിക്കാനായിട്ട് ഒരു കായികമേളയ്ക്ക് അങ്ങോട്ട് പോയത്. വിചാരിക്കുന്ന പോലെ ചെറിയ മത്സരം ഒന്നല്ലട്ടാ, വടംവലി മത്സരം. ഇരിങ്ങാലക്കുട രൂപത ബേസിൽ കാക്കുളിശ്ശേരി നടത്തിയ വടംവലി മത്സരത്തിൽ ഇന്നലെ കണ്ട പോസ്റ്ററിന്റെ ആവേശത്തിൽ ഇന്നിറങ്ങി പിടിച്ചതാണ് ഈ 7 ചെന്നപ്രേം വടംവലി സംഘം പറഞ്ഞൊരു പേരിട്ടുകൊണ്ട് നേരെ അങ്ങോട്ട് പോയി. 7 എണ്ണം പറഞ്ഞതായതുകൊണ്ട് പോരാട്ടത്തിന് ഒരു വീര്യം കുറവുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ വടംവലി ഹരം പിടിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ അറിയപ്പെടുന്ന അബസി അറ്റപ്പടി എന്ന ടീമിന്റെ കൂടെ വടംവലി പ്രാക്ടീസിന് പോയിരുന്നു. പിന്നീട് അതിന്റെ ടച്ച് കാര്യങ്ങളൊക്കെ പോയി. പക്ഷെ എന്നാലും വടംവലി കേൾക്കുമ്പോൾ വീണ്ടും ഒരു ഹരം തന്നെയാണ്. അങ്ങനെ ഒരു ടീം ഉണ്ടാക്കി ഒരു 7 എണ്ണത്തിന് 455 കിലോന്റെ വലിക്ക് കാക്കുളിശ്ശേരി വരെ അങ്ങോട്ട്. ഇരിഞ്ഞാലക്കുട രൂപത ബേസിലല്ലേ അധികം ടീമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോയപ്പോൾ കാക്കുളിശ്ശേരി നല്ല രീതിയിൽ പരസ്യം കൊടുത്ത് നല്ല രീതിയിൽ ടീമുകൾ വന്നു. 25 ടീമുകൾ എണ്ണം പറഞ്ഞ ടീമുകൾ ഉണ്ടായിരുന്നു. വേഗം പോവാ വേഗം വരാന്നുള്ള മൈൻഡിൽ പോയ ഞങ്ങൾ. പക്ഷേ 25 ടീമുകളുടെ കൂടെ വലിച്ചു വന്നപ്പോൾ ഞങ്ങൾ ടോപ്പ് 10 വന്ന് 8ാം സ്ഥാനക്കാരായിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. ഞങ്ങളൊരു ചെറിയ ടീമാണെന്ന് മനസ്സിലായപ്പോൾ കാണികൾ ഞങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോത്സാഹനം. അതിന്റെ ഒരു ആത്മവിശ്വാസത്തിൽ ഞങ്ങൾ പിടിച്ച് 8ാം സ്ഥാനം കിട്ടിയപ്പോൾ വളരെ സന്തോഷമായിട്ട്. ഇനി ഒരു പ്രാക്ടീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നല്ലൊരു വടംവലി ടീമാവും എല്ലാവരും പറയണ്ടോ, ഒന്ന് ചെയ്ത് നോക്കണം. വടംവലിയുടെ ആവേശം വേറെ തന്നെയാണ്. നെഞ്ചിലും മനസ്സിലും നല്ല കരുത്തോട് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ വടംവലിയുടെ ആവേശം എങ്ങും മാറൂല. അത് മായാനും പോണില്ല. ഓണത്തിന് തമ്മി വലിച്ച ഒരു ഒന്നായിട്ടൊരു ടീം ഇറക്കിയപ്പോൾ ഇത്രത്തോളം എത്തുന്നു ഞങ്ങൾ കരുതിയില്ല. ഇത്രത്തോളം എത്തിയപ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. മൊത്തത്തിൽ കളറാർന്ന ഐറ്റം. അവസാന വലിയും കൂടി ജയിച്ചിരുന്നെങ്കിൽ 8ാം സ്ഥാനത്ത് 4ാം സ്ഥാനത്തേക്ക് എത്തിയാനായിട്ട്. പക്ഷെ ഒന്നും പ്രതീക്ഷിക്കാണ്ട് പോയിട്ട് 8ാം സ്ഥാനം കിട്ടിയപ്പോൾ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ഇനി സമയമുണ്ടല്ലോ. ഫൈനൽ മാങ്ങം കേശുവും പഴുക്കരും മമ്പഴക്കാടായിട്ടിരുന്നിട്ട് നല്ല വാശിയൊരു മത്സരം അവസാനം കപ്പ് കേശുവും പഴുക്കരും തൂക്കിയിട്ടു. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഞാൻ ഹാപ്പി, അവര് ഹാപ്പി. അപ്പൊ പഞ്ഞിക്കാരൻ പോണേ സുലാൻ.